ബോണസ് പോയിന്റ് ഋഷിക്കാണ് കിട്ടിയത്. അപ്പൊ ലാലേട്ടൻ വന്ന ഉടനെ ഋഷിനോട് ചോദിക്കണം എന്താണ് ഋഷി. അപ്പൊ ഋഷി പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് അത്ഭുതമായി, എനിക്ക് കിട്ടിയപ്പോൾ അത്ഭുതമായെന്ന്. ആദ്യം ആരാണ് ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തത്? ജാസ്മിൻ അല്ലേ. അപ്പൊ ജാസ്മിൻ പറയൂ എന്താ കാരണം എന്ന് ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. എന്നിലേക്ക് വരത്തില്ല എന്നൊരു ഉറപ്പ് ജാസ്മിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ആ പോയിന്റ് എന്നിലേക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് വിട്ടുകൊടുത്തത്. പിന്നെ ആ പോയിന്റ് വിട്ടുകൊടുത്തു എന്ന് കരുതി എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല എന്ന് ജാസ്മിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് സിജോ പറയുന്നുണ്ട് വിട്ടുകൊടുക്കുന്നതിനോട് എനിക്ക് അത്രയ്ക്ക് യോജിപ്പില്ല എന്നുള്ളത് സിജോയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ. നെക്സ്റ്റ് അൻസിബയോടാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം അൻസിബ പറയുന്നുണ്ട് ചില സമയത്ത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വിജയമാണ്. അപ്പോഴത്തേക്കും ജാസ്മിൻ എന്തോ പറയാൻ വരുമ്പോഴത്തേക്കും അൻസിബ പറയുന്നുണ്ട് ഞാൻ പറയട്ടെ. അപ്പം ആ വിട്ടുകൊടുക്കലിൽ വോട്ടായിട്ട് മാറുമെന്നാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് എന്ന് അൻസിബ പറയുന്നുണ്ട്. ജാസ്മിൻ അതിനെ വ്യക്തമായിട്ട് എതിർക്കുന്നത് പോലെയാണ് മുഖമൊക്കെ ജാസ്മിൻ അപ്പോൾ വെച്ചിരിക്കുന്നത്. ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ഇപ്പം ഈ കുറെ ആയിട്ട് ജിൻഡോയുടെ ഒരു സ്ക്രീൻ പ്രസൻസും കാണുന്നില്ല. പ്രൊമോയിലും അങ്ങനെ ജിൻഡോ പ്രത്യക്ഷപ്പെടാറില്ല. ചില സീനുകളിലും മാത്രം വളരെ ഒതുങ്ങി കൂടിയ ലെവലിൽ മാത്രമാണ് ജിൻഡോ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ഭയങ്കര സ്ക്രീൻ പ്രസൻസും അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നടന്ന ജിൻഡോനെ പെട്ടെന്ന് ഈ വരുന്ന ദിവസങ്ങളിലൊന്നും സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതെന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്?